നമ്മുടെ KSRTC ബസ്സിൻ്റെ 4 വശങ്ങളിലും ഇപ്പോൾ പരസ്യമാണ്, സർക്കാരിൻ്റെ പരസ്യം. അതിൽ എല്ലാ രംഗത്തെക്കുറിച്ചുള്ള പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള അത് ഇങ്ങനെയായി. പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ തുറക്കും മുമ്പ് എല്ലാം റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ വേറൊരു പരസ്യം കാണുന്നത് കേരളം ഹെൽത്തിയാണ്, ആരോഗ്യരംഗത്ത്. നമ്മൾ ഇന്ന് ഉണരുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയും കണ്ടാണ്. ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക. അതെ. അതുപോലെ തന്നെ നമ്മുടെ തെരുവിൽ ഉണ്ടാകുന്ന വളരെ ദയനീയമായിട്ടുള്ള സർക്കാരിൻ്റെ അനാസ്ഥ കാരണം ഉണ്ടാകുന്ന അപകടവും മരണവും ഒക്കെ. ഇതാണോ കേരളം ഹെൽത്തി ആകുന്നത്? അല്ലാതെ വീണ ജോർജ് മുതൽ ഇന്നലെ മെഡിക്കൽ കോളേജിൽ ഇവരെ ചികിത്സിച്ച ഡോക്ടർ വരെ ഇന്ന് അതിൻ്റെ യൂണിറ്റ് ചീഫായ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് വരെ പറഞ്ഞു കഴിഞ്ഞു, സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി. നമ്മുടെ ജഗതി ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലിയാണ്. കേരളത്തിൽ ഇനി ഒരു സിസ്റ്റവും ഫങ്ഷൻ ചെയ്യാനില്ല. ഇവിടെ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് ചില VIP-കൾക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ബാക്കിയുള്ളവൻ ചെന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ കൈ കഴുകി പോവും. അതിനകത്ത് ചിലപ്പോൾ കൈ കഴുകുന്നത് പോലും നമ്മുടെ വയറ്റിനകത്തോട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കുത്തിക്കെട്ടി വെക്കും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കത്രിക വരും, കത്തി വരും, സൂചി വരും, നൂല് വരും. ഇതുകൊണ്ട് പിന്നെ നമ്മൾ വേദനയാണെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അതിന് ഇഞ്ചക്ഷനും മരുന്നും തന്ന് ഇത് മാക്സിമം കുഴപ്പത്തിലാക്കി കഴിയുമ്പോഴായിരിക്കും പിന്നെ ഇത് അറിയുന്നത്. മുമ്പല്ലേ കോഴിക്കോട് ഒരു മുസ്ലിം പെൺകുട്ടി ഇതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് സത്യാഗ്രഹമായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പോഴും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആലപ്പുഴത്തെ പറഞ്ഞിരിക്കുന്ന ഈ ഉഷാ ജോസഫിനുണ്ടായിരിക്കുന്ന കുഴപ്പം ഞങ്ങൾ വിശദമായി പഠിക്കാൻ പോവാണ്. അവര് 5 വർഷം മുമ്പാണ് സർജറി നടത്തിയത്. സർജറി നടത്തിയതിന്റെ പിറ്റേ ദിവസം മുതൽ ആ പാവം സ്ത്രീക്ക് രക്തസ്രാവവും വേദനയുമാണ്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ലുണ്ടെന്നാണ് തോന്നുന്നത്, അതിന് ഡെയിലി ഇഞ്ചക്ഷൻ. അപ്പം ചികിത്സിക്കാതിരിക്കുന്നില്ല, ഡെയിലി ഇഞ്ചക്ഷൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും പക്ഷേ ഈ ഇരുന്ന സാധനം പഴുത്തില്ല, കത്രിക പഴുത്തില്ല. കത്രിക എന്നവർ പറയില്ല, അതിന് പറയുന്നത് എന്താ, സം ഇൻസ്ട്രുമെൻറ്റ്സ്. എന്നാ പറയുന്നത്, ഓപ്പറേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെന്താ മൊസ്കിറ്റോ എന്നൊരു പദം പറയുന്നത് കേട്ടു. ഇതിന് പറയുന്ന പേര് അത് കത്രിക എന്നവർ പറയില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ വയറ്റിൽ 50 ഇപ്പോൾ 5 വർഷമായിട്ട് ഇരിക്കുകയല്ലേ, അത് കുഴപ്പമുണ്ടോയെന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ 50 വർഷം ഇരുന്നാലും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. എന്തൊരു അത്രയും നിസാരവൽക്കരിച്ചിരിക്കുക. അത്രയേ ഉള്ളൂ. കാരണം ഇത് പാവപ്പെട്ടവൻ്റെ വയറല്ലേ, എനിക്കെന്ത്. എനിക്ക് പഠിക്കാനായി പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നത്. ഞാൻ ഇതിനൊക്കെ പഠിച്ചതല്ലേ. പിള്ളേർ പഠിക്കുന്നത് ഇങ്ങനെയാണല്ലോ. പാവപ്പെട്ട രോഗിയെ അവൻ്റെ വയറ് കീറി അവൻ്റെ കുടൽ കീറിയൊക്കെയല്ലേ പഠിക്കുന്നത്. പണ്ട് ഇവിടെ ഒരു ഡോക്ടറാണ്, ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല, സീനിയർ സർജനായിരുന്നു. അദ്ദേഹം പറയും, കുട്ടികളെടുത്ത് ആദ്യം നിങ്ങൾ വീട്ടിൽ പോയി ഒരു ചക്ക എടുത്ത് വെട്ടി കീറി അതിൻ്റെ ചൊള ചകണി എല്ലാം സെപ്പറേറ്റ് ചെയ്ത്, കുരു എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് വരാൻ പറയും. കാരണം ആദ്യം വയറ് കയറി വെട്ടിക്കഴിഞ്ഞാലേ കീറുമ്പം ഒരു ഇഞ്ച് കീറാൻ പറഞ്ഞാൽ 1.5 മീറ്ററാണ് കീറി വയ്ക്കുന്നത്. കാരണം കൈവർക്കത്തെന്ന് പറഞ്ഞതില്ല പിള്ളേർക്ക്. ഇപ്പോൾ പഠിക്കുന്ന ഇപ്പം വീട്ടിലാരും ഒന്നും ജോലി ചെയ്യാൻ പഠിപ്പിക്കില്ല, കത്തി വെച്ചൊന്നും അരിയാൻ പഠിപ്പിക്കില്ല അല്ലേ, ഒന്നും വീട്ടിൽ അടുക്കളയിലൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് പിള്ളേർക്ക് കൈവർക്കത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല, ഫേമസ് സർജനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് പറയും, ആദ്യം പോയി ചക്ക വെട്ടി കീറി റെഡിയാക്കി ചുളയും ചാണിയൊക്കെ സെപ്പറേറ്റ് ആക്കി കൈവർക്കത്തൊട്ടാക്കിയിട്ടു, എന്നിട്ട് ഞാൻ സർജറിയിലേക്ക് നിന്നെ കയറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ പേര് ഡോക്ടർമാരായി നമ്മുടെ ഇവിടെ സർട്ടിഫിക്കറ്റും കൊണ്ട് നടപ്പുണ്ട്. ഇവരാണ് ഈ ചികിത്സകൾ പലതും ചെയ്യുന്നത്. എന്നിട്ട് അവർ സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട് എന്ന് പറയും. അത് പറയാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജുമാണ്. അപ്പോൾ പിന്നെ മുകളിലിരിക്കുന്ന ആൾ പറഞ്ഞാൽ താഴെ ഇരിക്കുന്ന ആളെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ഈ സിസ്റ്റം കംപ്ലീറ്റ് ഔട്ട് ഓഫ് എന്താണത്? ഇതൊരു കത്രിക വയറ്റിനകത്ത്, രോഗിയുടെ വയറ്റിനകത്ത് വെച്ചിട്ട് പോയിട്ട് സിസ്റ്റത്തിൻ്റെ കുഴപ്പം വെച്ചാൽ ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട് അവർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം പലപ്പോഴും പലയിടത്തും ചീഫാകുന്നത്, DMO ആകുന്നത്, സൂപ്രണ്ട് ആകുന്നത് എല്ലാം യൂണിയൻകാരാണ്. മനസ്സിലായില്ലേ? അവർക്ക് സമയമില്ല, അവർക്ക് പോസ്റ്റർ ഒട്ടിക്കണം, അവർ മന്ത്രി വിളിക്കുന്ന മീറ്റിങ്ങുകൾ ജാഥയ്ക്ക് പോകണം, പിന്നെ പണപ്പിരിവ് വേണം, ഫണ്ട് പിരിച്ചു കൊടുക്കണം,
ഇങ്ങനെ പല ജോലികളാണ്. അത് കഴിഞ്ഞിട്ടേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനവർക്ക് സമയം കിട്ടണ്ടേ? അപ്പോൾ പിന്നെ ഉള്ളത് ഈ ജോലികളൊക്കെ ചെയ്യുന്ന ഈ യൂണിയൻ നേതാക്കൾക്ക് പലപ്പോഴും ഈ ജോലി അറിയില്ല. ഞാനിത് കണ്ടിട്ടുള്ള ഫയൽ നോക്കാൻ അറിയാത്ത പലരുമാണ് പലപ്പോഴും നമ്മുടെ സംഘടനാ നേതാക്കളായിട്ട് പോകുന്നത്. കാരണം ഇവർ പഠിക്കുന്നില്ല. ഇവർക്ക് ഓഫീസിലും ജോലി ചെയ്യാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് ഇവർ ഒരിക്കലും ഫയൽ നോക്കി പഠിക്കാറില്ല. ഇപ്പോൾ വേറൊരു അബദ്ധവും കൂടെ കാണിക്കാറുണ്ട്. അവരെ മിക്കവാറും പിടിച്ച് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലും കൂടെ എടുക്കും. അപ്പം ഇവർക്ക് യാതൊന്നും അറിയില്ല. ഇവർക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വകുപ്പിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ട്, എത്ര BJP-ക്കാരുണ്ട്, അവനെ ട്രാൻസ്ഫർ ചെയ്ത് എവിടെ ആക്കണം, ഇതവർക്ക് കറക്റ്റ് അറിയാം. ഇതവർ മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും കുഴപ്പം വന്നാൽ സാറേ അവൻ BJP-ക്കാരനാണ്, ഇവൻ കോൺഗ്രസ്സുകാരനാണ്, അപ്പം ഇവനെ കാസർഗോട്ടേക്ക് അടിക്കാൻ സാറേ. അതാണ് ഇവർ ചെയ്യുന്ന ഏക സേവനം. അല്ലാതെ മന്ത്രിക്ക് ഒരു ഉപദേശവും ഇവർക്ക് കൊടുക്കാൻ, വകുപ്പിനെ സംബന്ധിച്ച് കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ്. എക്സെപ്ഷൻസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വളരെ അപൂർവമായ എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ പല വകുപ്പിലും ഇങ്ങനെയാണ്. അപ്പോൾ സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ടാവുന്നേ. ഒരു സിസ്റ്റം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗതി കാർ നോക്കിയിട്ട് പറഞ്ഞ പോലെയാണ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട്. എന്തുകൊണ്ടാണ്? സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ വണ്ടിയുടെ വീല് കറങ്ങണം. വീല് കറങ്ങണമെങ്കിൽ അതിന് പല സാമഗ്രികളുണ്ട്. ഇത് വീല് വരെ എത്തുന്നതിന് നട്ടും ബോൾട്ടും അടക്കം വിവിധ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ മുഴുവൻ ഫംഗ്ഷൻ ചെയ്താലേ ഇത് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ ഓപ്പറേഷന് വരുമ്പം ഇപ്പം അവർ പറയുന്നത് അവിടെ ഫ്ലോർ നേഴ്സ് ഇല്ലാത്തതാണ് കുഴപ്പം. ഫ്ലോർ നേഴ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ലിസ്റ്റ് എടുക്കും. എത്ര കത്രിക ഉപയോഗിച്ചു, എത്ര കത്തി ഉപയോഗിച്ചു, എത്ര സൂചി ഉപയോഗിച്ചു, എത്ര നൂല് ഉപയോഗിച്ചു, ബാക്കി വരുന്നത് എത്ര എന്ന് എഴുതി വയ്ക്കും. അത് ഫ്ലോർ സിസ്റ്ററിൻ്റെ ജോലിയാണ്. അപ്പോൾ ഇത് എഴുതി വെച്ചില്ലെങ്കിൽ ഉടനെ മനസ്സിലാകുമോ ഒരു കത്രിക വയറ്റിലുണ്ട്, ഉടനെ തന്നെ അതെടുത്ത് മാറ്റും. ഇപ്പോൾ ഇത് നോക്കാറില്ല പലപ്പോഴും. ഇവർ ചുമ്മാ എഴുതി വെക്കാറുണ്ട്. ഈ സിസ്റ്റത്തെ കുറിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയല്ലേ? ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കൊച്ചിയിലെ ജെയ്സ് ബെന്നിയെ കുറിച്ച്, ആക്സിഡന്റ് പറ്റിയ വിദ്യാർത്ഥി പയ്യനെ കുറിച്ച്. 27 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് അവിടെ പിന്നെയും അന്വേഷണ കമ്മീഷനെ വയ്ക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. വിദഗ്ധമായ അന്വേഷണം നടത്തി ഞങ്ങൾ ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തും. നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തിയാൽ ആ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് കുട്ടിയെ തിരിച്ചു കിട്ടൂ. അതാണ് ഹൈക്കോടതി ചോദിച്ചത്. കോടതി ചോദിച്ചത് അതാണ്. നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇത് പറയാൻ? നിങ്ങളൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പരിഹരിക്കാൻ നിൽക്കാതെ, ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. കുത്തും കൊലയും നടന്നു കഴിയുമ്പോൾ പോലീസ് വരും. കുത്തും കൊലയും ഉണ്ടാകാതിരിക്കാനാണ് പോലീസിനെ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ എഴുതാനാണ് വരുന്നത്. എന്നിട്ട് അതിന് കൈക്കൂലിയും പണിയും വാങ്ങിക്കും. മാസ്റ്റർ എഴുതി തെറ്റിച്ച് കോടതി വരുമ്പം പ്രതി വാദിയാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ വാദി പ്രതിയാകുന്ന വിധത്തിൽ FIR എഴുതി വെച്ച് കളയും. അപ്പോൾ സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട്, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ പോയാൽ കേരളത്തിൽ സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആശുപത്രിയിലോ സർക്കാരിൻ്റെ മറ്റൊരു സംവിധാനത്തിലോ കയറാൻ പറ്റാതാവും. കയറിയാൽ നമുക്കിതാണ് അനുഭവം. വയറ്റിൽ കത്രിക വെച്ച് തരും. അല്ല, എന്നിട്ട് കോവിഡുള്ള സമയം, കോവിഡല്ല 21 കോവിഡ്, മെയ് 21 കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയ സമയമാണ് 2021 മെയ്. കോവിഡാണെന്ന് വിചാരിച്ച് വയറ്റിൽ കത്രിക അല്ല, അതിനൊരു എക്സ്ക്യൂസ് പറയുന്നതാണ്. അന്ന് പീക്ക് കോവിഡിന്റെ ടൈം ആയിരുന്നു. അപ്പം പ്രശ്നം ആ സമയത്താണ് ഇവിടെ കേരളത്തിലെ മുഴുവൻ ജനതയും വോട്ട് ചെയ്യാൻ പോയി ഈ സർക്കാരിനെ അധികാരത്തിൽ എത്തിച്ചത്. അതിന് കുഴപ്പമില്ല. ഇവിടുത്തെ മുഴുവൻ സംവിധാനവും ഇങ്ങനെ പ്രവർത്തിച്ച് കൃത്യമായി ഇലക്ഷൻ നടത്തി റിസൾട്ട് വന്ന് വോട്ടും രേഖപ്പെടുത്തി വിജയം വരുത്തി എല്ലാം ചെയ്യാൻ പറ്റിയത് ഇതാണ്. ആ സർക്കാർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് കേരളം ഹെൽത്തിയാണ്. കേരളം ഹെൽത്തി ആയത് ഇവരുടെ ആരുടെയും മേന്മ കൊണ്ടല്ല. കേരളം ഹെൽത്തിയാണ്, കേരളം വിദ്യാസമ്പന്നമാണ്. ഈ രണ്ട് കാരണങ്ങൾ വന്നത്, ഒന്ന് ഇവിടുത്തെ മിഷണറിമാർ, ക്രിസ്ത്യൻ മിഷണറിമാർ ആദ്യകാലങ്ങളിൽ പള്ളിയോട് ചേർന്നുണ്ടാക്കിയ കൂടങ്ങൾ, ആ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി. അത് കണ്ട് NSSും SNDPയും അടക്കമുള്ളവർ പിന്നെയും സ്കൂളുകളും കോളേജുകളും തുടങ്ങി. അത് കണ്ട് മുസ്ലിം സംഘടനകളും സ്കൂളുകളും കോളേജുകളും തുടങ്ങി. അങ്ങനെ മലപ്പുറം അടക്കം പിന്നോക്കം നിന്നിരുന്ന എല്ലാ ജില്ലകളിലും വിദ്യാസമ്പന്നരായ കുട്ടികളെ സൃഷ്ടിച്ചത് ഇവിടുത്തെ ഒരു സർക്കാരുമല്ല. സർക്കാർ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ കൊച്ചിന് ആയുർദൈർഘ്യം ഉണ്ടെങ്കിൽ അത് സർക്കാർ കഞ്ഞി വെച്ച് തന്നിട്ടല്ല. അച്ഛനും അമ്മയ്ക്കും കൺസേൺ ഉണ്ട്. എനിക്ക് രണ്ട് കുട്ടികളുടെ ആരോഗ്യം പൂർണ്ണമായി പരിപാലിക്കണമെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാം. കാരണം അവന് വിദ്യാഭ്യാസമുണ്ട്, അച്ഛനും വിദ്യാഭ്യാസമുണ്ട്, അമ്മയ്ക്കും വിദ്യാഭ്യാസമുണ്ട്. കുട്ടിക്ക് അസുഖം വന്നാൽ എങ്ങനെ ചികിത്സിക്കണമെന്നറിയാം, ആരെ കൊണ്ടുപോയി കാണിക്കണമെന്നറിയാം, മരുന്ന് എന്ത് വാങ്ങിക്കണമെന്നറിയാം. അല്ലാതെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മേന്മ കൊണ്ടല്ലത്. ഇവർ പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റാണ്. നിങ്ങൾ പല്ല് തേക്കുന്നതും
കുളിക്കുന്നതും പിന്നെ പ്രാഥമിക കർമ്മങ്ങൾ നടത്തുന്നതും ഈ പാർട്ടി ഉള്ളതുകൊണ്ടും ഈ ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണെന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയല്ല. ആൾക്കാർക്ക് തൻ്റെ ശുചിത്വം, തൻ്റെ പിന്നെ ആരോഗ്യ പരിപാലനം, തൻ്റെ കുട്ടികളുടെ ഭാവി, ഇതിലൊക്കെ കൺസേൺ ഉള്ളതുകൊണ്ടാണ്. ഞാൻ 2 സഖാക്കളെ ഈയിടെ കണ്ടു. എവിടെയാണ് കുട്ടി പഠിക്കുന്നതെന്ന് ചോദിച്ചു. അത് ഇന്ന പ്രൈവറ്റ് സ്കൂളിലാണ് സാറേ. അതെന്തിനാ അങ്ങാക്കിയത്? അല്ല, ഇവിടെ ശരിയാവൂല സാറേ, സമരവും ബോളവും ആയിട്ട്. ഏതാ പറയുന്നത്? മുറ്റിയ സഖാവാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, പറ്റില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം നിങ്ങളുടെ വലിയ നേതാക്കൾ വരെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഇത് കണ്ടുപഠിച്ചില്ലെങ്കിൽ നിങ്ങൾ മണ്ടനായി പോകും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങനെ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു. ഇവരാണ് പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസം കേമം. ഈ വിദ്യാഭ്യാസം ആർക്ക് വേണ്ടിയിട്ടാണ്? മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾക്ക്, കർഷക തൊഴിലാളിയുടെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ കൈത്തറി തൊഴിലാളിയുടെ കുട്ടികൾ, മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവരും തെരുവിൽ കിടക്കുന്നതിനും വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രികൾ, സർക്കാർ സ്കൂളുകൾ, സർക്കാർ സൗജന്യങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങൾ, എന്നിട്ട് 100% പെർഫെക്റ്റ്. 100% പെർഫെക്റ്റ് ആയതിൽ 90% അവനവൻ്റെ കഴിവ് കൊണ്ടാണ്. താങ്കൾക്ക് വിദ്യ കിട്ടി, താങ്കൾക്ക് വിദ്യാഭ്യാസം കിട്ടി, താങ്കൾക്ക് ആരോഗ്യ പരിപാലനം എങ്ങനെയാണെന്നുള്ളത് 1950-കൾക്ക് മുമ്പ് തന്നെ മനസ്സിലായി. ഇത് 70 വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. 1970-കളിൽ അച്യുതമേനോന്റെ ഭരണം അവസാനിക്കുന്നത് വരെയും ഒരുവിധം സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട് ആവാതെ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. നിങ്ങൾ ഈ സർവീസിലെ വിദഗ്ധരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിലെ പ്രധാന ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചീഫുമാരോട് ചോദിച്ചു നോക്കുക, എന്നാണ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ടായത്. 1977 വരെ 80 വരെയും സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ടായിട്ടില്ല. പിന്നെയാണ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ടായത്. അതെന്തുകൊണ്ടാണ്? യൂണിയൻ അതിപ്രസരം. ഈ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഓരോ സ്ഥലത്തും ഇരിക്കുന്ന ആൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ കോളേജ് ഡയറക്ടർ ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ കോളേജിലെ പിന്നെ പ്രിൻസിപ്പൾ ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DMO ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യൂണിറ്റിൻ്റെ ഹെഡ് ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗത്ഭന്മാരെ ഇരുത്താൻ പണ്ടുള്ളവർ ശ്രമിച്ചിരുന്നു. ഇപ്പം പ്രഗത്ഭന്മാരെ അല്ല, പ്രഗത്ഭ ലഘുലേഖ വിതരണക്കാരെയും പിരിവുകാരെയാണ് ഇരുത്തുന്നത്. വളരെ അപൂർവമായി അല്ലാതെ അവരെ ഇരുത്താറുള്ളൂ. പ്രശ്നം വന്നാൽ തലയെ കെട്ടി വയ്ക്കാൻ അവനെ ഏൽപ്പിക്കാറുണ്ട്. ഇപ്പം തന്നെ ഈ അന്വേഷണം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു പാവത്തിൻ്റെ തലയിൽ ഇത് കെട്ടിവെക്കും. അവർ കാരണമാണ് ഇത് വന്നത് എന്ന് കെട്ടിവെക്കും. അതും കഴിയുന്നത് അല്ലാതെ നോക്കും. ഇപ്പം പിന്നെ താങ്കൾ പറഞ്ഞ മുമ്പത്തെ കത്രിയ കേസിൽ ആരും കുഴപ്പക്കാരല്ല എന്നാണ് കണ്ടുപിടിച്ചത്. അവരാരും കുറ്റക്കാരല്ല എന്നാണ് കണ്ടുപിടിച്ചത്. അതുപോലെ ഇതിനും പിന്നെ ശക്തമായ എൻക്വയറി ഇന്ന് തന്നെ എന്നോ നാളെ റിപ്പോർട്ട് വരും. ആരും കുറ്റക്കാരല്ല, പക്ഷേ സംഭവിച്ചത് അപലപനീയം, ഖേദകരം, ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് ഇപ്പം വരും. സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ടായി എന്ന് പറഞ്ഞത് സത്യമാണ്. ഇനി ഒന്നുകിൽ ഓരോ വകുപ്പിലും പട്ടാള ഭരണം മറ്റോ കൊണ്ടുവരേണ്ടി വരും. പണ്ട് ഇരുമ്പൻ ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു DGP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പട്ടാളത്തിലിരുന്ന് വന്ന ഓഫീസറാണ്. അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇട്ടത്. പക്ഷേ അദ്ദേഹം കരുത്തനായിരുന്നു. പ്രവർത്തനം ശക്തമായിട്ട് വകുപ്പിനെ കൊണ്ടുപോകാൻ അറിയാമായിരുന്നു. അങ്ങനെ കുറേ പട്ടാള ഓഫീസർമാരെ ഇനി നമ്മൾ നിയോഗിക്കേണ്ടി വരുമെന്ന് സംശയമായിരിക്കും സിസ്റ്റം കംപ്ലീറ്റ് ഔട്ടായ സ്ഥിതിക്ക് നേരെയാക്കാൻ. അല്ലെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലുള്ളവരെ ഹൈക്കോടതിയിൽ നിന്ന് മറ്റും ഏർപ്പെടുത്തണം. ഇപ്പോൾ ശബരിമല ഭരണമല്ലേ ഇപ്പോൾ ഹൈക്കോടതി പാർഷ്യലായിട്ട് ഏറ്റെടുത്തിട്ടുള്ളൂ. അതുപോലെ ഓരോ വകുപ്പിലും ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് വേണം. ശബരിമലയിൽ ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ വന്ന പോലെ ഹൈക്കോടതിയുടെ ഓരോ സ്പെഷ്യൽ ഡയറക്ടർമാരെ എല്ലാ വകുപ്പിലും വയ്ക്കണം. ക്ലീൻ ആവും, ശരിയാവും. അതിന് നീങ്ങണം, അല്ലെങ്കിൽ പട്ടാള ഭരണം. ഈ വിധത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. ഇല്ലെങ്കിൽ സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ടായിട്ട് തന്നെ ഇരിക്കും. ഇനി കത്രയ്ക്ക് പകരം കോടാലി വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ. ഞാനിത് പറയുന്നത് അതിശോക്തിയായിട്ട് എടുക്കരുത്. വലിയ വിപത്ത് നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ വകുപ്പിലും സെക്രട്ടേറിയറ്റിൽ 15 ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞ് സെക്രട്ടറി അടക്കം, ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരും അടക്കം അദാലത്തുകൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതുപോലെ ചർച്ച നടത്തിയപ്പോഴാണ് തുടങ്ങിയത് കേട്ടോ. അത് ചെയ്ത് ഇപ്പം പൂർത്തിയാകുമെന്ന് പറഞ്ഞ് പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ഫയൽ വെട്ടിക്കിടക്കുക. ഇതെല്ലാം നിയമസഭയിൽ പറഞ്ഞതാണ്. 7.5 ലക്ഷം ഫയലുകൾ വിവിധ വകുപ്പുകളിൽ കെട്ടിക്കിടക്കണം. ഓരോ ഫയലും ഓരോ ഫയലിലും ഓരോ ജീവിതമാണ്. അപ്പോൾ 7 ലക്ഷം ഫയലുകൾ എന്ന് പറയുന്നത് 7 ലക്ഷം കുടുംബങ്ങളുടെ ജീവിതമാണ്. ഒരാളുടെ അല്ല. ആ ഒരാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കുടുംബം, 7 ലക്ഷം കുടുംബങ്ങൾ ഇവിടെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്.
15 ലക്ഷം സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. അത് കുറേ ഇപ്പം പെൻഡിങ് തീർത്തിട്ടുണ്ട്, പക്ഷേ ഇനിയും തീർക്കാനുണ്ട്. അപ്പം സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട്. ഇനി ജനങ്ങൾ തീരുമാനിക്കുക ഇതെങ്ങനെ നേരെയാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.